രണ്ട് മാസം ആയിട്ടുള്ളൂ ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട്. ആരെയോ തെറി വിളിച്ചതൊക്കെ കേൾപ്പിക്കാതെ കുപ്പിക്കകത്ത് കയറുന്നത് വെടിവെക്കാതെ എല്ലാം ഞാൻ കേൾപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാൻ മൊത്തം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾക്ക് ആരെയോ തെറി ഒരാൾ ചുമ്മാ ഒരാളെ തെറി വിളിക്കൂ. അവന്റെ മെസ്സേജ് ഇൻകോർപ്പറേഷൻ കഴിയട്ടെ, അപ്പോഴത്തേക്കും പുള്ളിയോട് സംസാരിക്കാം. സോ ഇന്നലെ പുള്ളി റിവീലായി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, എനിക്ക് ഇതിന്റെ അതർ സൈഡ് കേൾക്കണം. മറ്റേ ഡ്രേക്ക് ബ്രോ വന്നിട്ട് പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു. അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ അൻവിൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂവും ഇതിന്റെ സത്യം എന്താണെന്നും അൻവിന്റെ സൈഡിൽ നിന്ന് ഇത് പറയും. അത് പറഞ്ഞിട്ടും അൻവിനാണ് ഇതിനകത്ത് ഗിൽറ്റി, അല്ലെങ്കിൽ എല്ലാം ഇതിനകത്ത് പ്രശ്നം അൻവിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റും. ഞാൻ ഇപ്പം ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ തെറി വിളിക്കുന്ന ഭാഗം മാത്രം ലൈക്ക് അതൊരു ബ്ലർനെസ് കുറവാ, ഇന്റൻസിറ്റി കുറവാ. കണ്ട ഞാൻ എവിടെ സ്കാം എന്നൊക്കെ ചോദിക്കുന്ന ഇതുണ്ട്. ഇത് ഇനി നിങ്ങൾക്ക് ഈ അക്കൗണ്ടിന്റെ ഉടമയെ കാണണം. നിങ്ങൾക്ക് ഇതാ 6000 ഫോളോവേഴ്സ് അയക്കുന്ന വോയിസോ, എടാ ഞാൻ നിന്നെ ഉണ്ടല്ലോ, ഞാൻ നിന്റെ അവിടെ വന്ന് അടിക്കും.